ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇക്കുവിൻ്റെ പിറന്നാൾ ദിനമാണ് കേട്ടോ. പിറന്നാൾ ദിനം എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രമാണേ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ സ്കൂളിലത്തേക്ക് ചോക്ലേറ്റ്സും പിന്നെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോയത് ഇക്കുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ വകയുള്ള ഇക്കുവിൻ്റെ ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ ഷോപ്പിലേക്ക് ചെന്നു. അവിടെ ചെന്നതും ഇക്കു ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എല്ലാ ടോയ്സും കൂടെ കണ്ടപ്പോൾ ഏതാ എടുക്കേണ്ടതെന്ന് അവൻ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫൈനലി അവൻ ഒരു വണ്ടി സെലക്ട് ചെയ്തേ. ഒരുപാട് വെറൈറ്റി ടോയ്സ് കണ്ടാലും ഇക്കുസിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ കാറ്, ജീപ്പ് അതൊക്കെയാണ് കേട്ടോ. അത് ഈ മെറ്റലിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആവുന്ന ടൈപ്പ്, അത് വലിയൊരു ക്രൈസാണ് കേട്ടോ അവന്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം എന്താ നേരെ ഇക്കുസിൻ്റെ സ്കൂളിൽ പോവാണ് കേട്ടോ. സ്കൂളിൽ ചേർത്തതിന് ശേഷമുള്ള ഇക്കുസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ലൈറ്റായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി. കേക്കും ചോക്ലേറ്റും ഒക്കെ കിട്ടിയപ്പോൾ പിള്ളേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. Happy birthday to you. Happy birthday to you. Happy birthday dear Viva. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഒരു കേക്ക് കട്ടിങ് ആയിട്ട് ചെയ്തിട്ട് പോകാം എന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. പക്ഷെ സ്കൂളിലെ പ്രിൻസിപ്പളും മാനേജിംഗ് ഡയറക്ടറും ഹെഡ് മിസ്ട്രസും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ആ സെലിബ്രേഷൻ കുറച്ചുകൂടെ എക്സ്ട്രാ ഹാപ്പിനെസ് തന്നു കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ മോൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ സദ്യ കഴിക്കാനായിട്ട് പോയിട്ടോ. പിറന്നാളാകുമ്പോൾ സദ്യ മസ്റ്റ് ആണല്ലോ. ആക്ച്വലി നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് സദ്യ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടാണ് കേട്ടോ സദ്യ വാങ്ങിയത്. അങ്ങനെ ഇക്കുന് വിഭവസമൃദ്ധമായിട്ടൊരു സദ്യ തന്നെ കൊടുത്തു. ലാസ്റ്റ് പായസമൊക്കെ കുടിച്ചു. പാൽപ്പായസം അവന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷൻ ദാ ഇങ്ങനെയായിരുന്നു. ഇന്നൊക്കെ മേടിച്ചാലും ഫൈനലി ബില്ലിങ്ങിന്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു ചോക്ലേറ്റും കൂടെ എടുത്തില്ലെങ്കിൽ അവൻ ഒരു സമാധാനവും കിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായി നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എൻ്റെ വീടിനടുത്തുള്ള അണിയൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വീട്ടിൽ അച്ഛൻ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ വീട്ടിലേക്കും കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ പായസമൊക്കെ കൊണ്ടാണ് കേട്ടോ പോയത്. ഇക്കുസിന്റെ എല്ലാ പിറന്നാളിലും നമ്മൾ പോകുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അമ്പലത്തിൽ പോയി തൊഴുതു, വീട്ടിൽ പോയി പായസമൊക്കെ കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.